ദൈവങ്ങളുടെ ആയുധപ്പുരയിൽ ഒരിക്കലും പിഴയ്ക്കാത്ത ഒരൊറ്റ ആയുധമുണ്ടായിരുന്നു. വാസവി ശക്തി. ഇന്ദ്രന്റെ സ്വന്തം ഇടിമിന്നൽ. പക്ഷേ അത് സൗജന്യമായി ലഭിച്ചതല്ല. യോദ്ധാവായ കർണൻ സ്വന്തം രക്തം നൽകിയാണ് അത് സ്വന്തമാക്കിയത്. തന്റെ ദിവ്യമായ അമരത്വത്തിന്റെ അടയാളങ്ങളായ കവചവും കുണ്ഡലവും ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ അദ്ദേഹം കൈമാറി. കർണന്റെ ത്യാഗത്തിൽ ഇന്ദ്രൻ സന്തുഷ്ടനായി അയാൾക്ക് ശക്തി നൽകി. എന്നാൽ ഒരു മാരകമായ നിബന്ധനയോടെ ഇതൊരിക്കൽ മാത്രമേ ഉപയോഗിക്കാവൂ. അത് ഏത് ജീവിയെയും ദേവനെയും രാക്ഷസനെയും കൊല്ലും. പക്ഷേ കൊന്ന ഉടൻ അത് എന്നിലേക്ക് മടങ്ങിയെത്തും. കർണൻ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ഉദ്ദേശ്യം. ഈ ഒരൊറ്റ പ്രയോഗം തന്റെ വൈരിയായ അർജുനൻ വേണ്ടി അദ്ദേഹം കരുതിവച്ചു. എന്നാൽ വിധി ക്രൂരമായിരുന്നു. യുദ്ധത്തിന്റെ 14-ാം രാത്രിയിൽ രാക്ഷസനായ ഘടോത്കചൻ ഉദിച്ചുയർന്നു. അവൻ അജയ്യനായിരുന്നു. ഇരുട്ടിൽ കൗരവ സൈന്യം തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരുന്നു. ദുര്യോധനൻ കർണനോട് യാചിച്ചു, ഞങ്ങളെ രക്ഷിക്കൂ, ശക്തി ഉപയോഗിക്കൂ. കർണൻ കെണിയിലായി. കൂട്ടുകാരനെ രക്ഷിക്കാൻ തന്റെ വിജയം ബലി കഴിക്കേണ്ടി വന്നു. നിരാശയുടെ കൊടുമുടിയിൽ കർണൻ വാസവി ശക്തി പ്രയോഗിച്ചു. ഇടിമിന്നൽ പോലെ പാഞ്ഞ ആ ദിവ്യാസ്ത്രം ഘടോത്കചനെ തൽക്ഷണം കൊന്നൊടുക്കി. എന്നാൽ ആ നിമിഷം ആകാശത്തേക്ക് ഒരു മിന്നൽപ്പിണർ പോലെ മടങ്ങിപ്പോയ ശക്തി കർണന്റെ ഏക പ്രതീക്ഷയും കൂടിയായിരുന്നു. അർജുനനെ കൊല്ലാനുള്ള തന്റെ ഒരേയൊരു അവസരമാണ് താൻ ബലി കഴിച്ചത്. കൗരവപക്ഷം രക്ഷപ്പെട്ടു. പക്ഷേ ആ വലിയ ത്യാഗം കലിയുഗത്തിന്റെ ആ വീരന്റെ മേൽ മരണത്തിന്റെ നിഴൽ വീഴ്ത്തി.